വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ലോകശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. ലോകശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ലോകശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. ലോകശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. തലരക്ത ശബ്ദാരേവാ അസാധ്യമേ വഴി മാറുക മാറുക ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വിശ്വാസത്താൽ അത്രേ ജീവിക്കേണ്ടത് എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടപ്പിറപ്പുകളെ വീണ്ടും ജനിപ്പിക്കപ്പെട്ട് വിളിച്ചിരിക്കുന്ന വിളിയിൽ തന്നെ ജീവിക്കുന്ന വിശുദ്ധൻ, അവൻ ജീവിക്കേണ്ടത് വിശ്വാസത്താലാണ്. കർത്താവിൻ്റെ പിന്നാലെ വരുന്നവരെല്ലാം ജീവിക്കുന്നത് വിശ്വാസത്തിൽ തന്നെയാണ്. ദൈവവചനം പറയുന്നു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസ ജീവിതമല്ലാതെ നീതിമാന് വേറൊരു വഴിയുമില്ല. നീതീകരണവും വിശ്വാസം മൂലം, ജീവിതവും വിശ്വാസത്താൽ. ഇത് ഭാഗ്യകരമായ ഒരു ജീവിതാനുഭവം തന്നെയല്ലേ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നത്
എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത് എന്നത്രേ. പ്രിയരെ, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും പ്രാപ്യമാകേണ്ട അനുഭവമാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ കുറിച്ച് മാത്രമല്ല വിശ്വാസ ജീവിതം നയിക്കുന്നവർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തങ്ങളെ രക്ഷിച്ച കർത്താവിൽ മാത്രം അടിയുറച്ച് വിശ്വസിച്ച് തങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന നിത്യജീവന്റെ അനുഭവത്തിങ്കിലേക്ക് വിശ്വാസത്താൽ യാത്ര ചെയ്യുന്ന ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഏതൊരു വ്യക്തികളെയും കുറിച്ചുമാണ്. വിശ്വാസികളായ ദൈവമക്കൾ അവരുടെ വിശ്വാസത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. വിശ്വാസികൾ മൂലം മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ സകലവും വിശ്വാസത്താലാണ് നടക്കേണ്ടത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് തിരുവചനം വ്യക്തമാക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ്. നമ്മുടെ ശാരീരിക അവയവങ്ങൾ ഓരോ കാര്യങ്ങളോട് പ്രതികരിക്കുന്നത് പോലെ കണ്ണ് കാഴ്ചയോട് പ്രതികരിക്കുന്നു. നമ്മുടെ ത്വക്ക് ചൂടിനോടും തണുപ്പിനോടും പ്രതികരിക്കുന്നു. നമ്മുടെ കാത് ശബ്ദത്തോട് പ്രതികരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം കൊണ്ടാണ് നാം ദൈവത്തോട് പ്രതികരിക്കേണ്ടത്. നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രതികരിക്കുവാൻ ഒരേ ഒരു മാർഗം മാത്രം, അത് വിശ്വാസമാണ്. നമ്മിൽ വിശ്വാസമുണ്ടോ എന്ന് നാം നമ്മെ തന്നെ പരിശോധിച്ചറിയുവാൻ കഴിയും. വിശുദ്ധ ജീവിതവും സത്യാരാധനയുമുള്ള ഒരു വ്യക്തിയാണ് ഒരുവനെങ്കിൽ തങ്ങളുടെ ഒരു ദിവസത്തിലെ സംസാരം എങ്ങനെയുള്ളതെന്ന് ഒന്ന് ആത്മശോധന ചെയ്യണം. പ്രശ്നങ്ങൾ മുൻപിൽ വെളിപ്പെടുമ്പോൾ നാം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു? നാം പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതാണ്? നാം പ്രകോപിക്കപ്പെടുമ്പോൾ നാം സംസാരിക്കുന്ന ഭാഷ എങ്ങനെയുള്ളതാണ്? കഷ്ടനഷ്ട ശോധനകളുടെ നേരങ്ങളിൽ നമ്മുടെ സംസാരം ഏത് രീതിയിലുള്ളതാണ്? ദൈവവചനം അനുശാസിക്കുന്നത് പോലെയും കർത്താവ് മാതൃക കാണിച്ചതുപോലെയുമാണോ നാം സംസാരിക്കുന്നത്? എങ്കിൽ അത് വിശ്വാസത്തിൽ നിന്നും പ്രത്യാശയിൽ നിന്നും ഉരുവാകുന്ന വാക്കുകളാണ്. നമ്മിൽ വിശ്വാസമുണ്ടെന്ന് അങ്ങനെയെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നെയ്യോബ് തൻ്റെ അജീവിതാനുഭവത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. യോബ് 19 അധ്യായത്തിൽ നമുക്ക് ഈ പ്രസ്താവ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. പ്രിയരെ, കഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും തീവ്രമായ വേദനകൾ അനുഭവിക്കുന്ന നാളുകളിൽ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരുടെ നമ്മെ പലപ്പോഴും പ്രകോപിപ്പിക്കുന്ന, നമ്മെ നിന്ദിക്കുന്ന വാക്കുകൾക്കൊക്കെ മുൻപിൽ ഭക്തനായ ഇയ്യോബ് പറഞ്ഞ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നത് പോലെ നമ്മുടെയും അധരങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറപ്പുള്ള വാക്കുകൾ പുറപ്പെട്ടു വരുവാൻ ഇടയായിത്തീരണം. എബ്രായ ബാലന്മാരും യോസഫും ദാവീദും പുതിയ നിയമഭക്തന്മാരായ ശിഷ്യന്മാരുമൊക്കെ അവരുടെ ജീവിതത്തിലെ കൊടിയ കൊടിയ പരീക്ഷകളുടെ വേദനകളുടെ ഒക്കെ സാഹചര്യങ്ങളിലും പ്രലോഭനത്തിൻ്റെ ഒക്കെ സമയങ്ങളിലും വിശ്വാസത്തിൻ്റെ വാക്കുകളായിരുന്നു പറഞ്ഞത്. ദേശം ഉറ്റുനോക്കി മടങ്ങി വന്ന യോശുവയും കാലേബും പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ വാക്കുകൾ നമ്മിൽ നിന്നും ഉയർത്തിയാൽ ആ വാക്കുകൾ ദൈവത്തിന് മഹത്വവും മറ്റുള്ളവർക്ക് അത് അനുഗ്രഹത്തിനും കാരണമായി തീരും. കൂടപ്പുറപ്പുകളെ, നാം വിശ്വാസത്തിൽ തന്നെ ജീവിക്കണം. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും എല്ലാം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ളതായിരിക്കണം. ഇതാണ് ദൈവം തൻ്റെ വിശ്വാസികളിൽ കാണുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നേരങ്ങളിൽ നാം നേരിട്ട പ്രശ്നങ്ങളുടെ മുൻപിൽ നമ്മുടെ വാക്കുകളൊക്കെ എങ്ങനെയുള്ളതായിരുന്നു എന്നൊന്ന് ആത്മശോധന ചെയ്തു നോക്കുമ്പോൾ നമുക്ക് പലതും കണ്ടെത്താൻ, തിരിച്ചറിയാൻ കഴിയും. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച വാക്കുകളാണോ
അതോ അവിശ്വാസത്തിൻ്റെ വാക്കുകളാണോ നമ്മിൽ നിന്നും വെളിപ്പെട്ടു വരുവാൻ ഇടയായത്? അതെ, നമ്മുടെ അധരങ്ങളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് ഉരുവിടുവാൻ ഇടയായിത്തീരണം. ആ വാക്കുകൾ നമ്മെ ഒരു അനുഗ്രഹത്തിലേക്കും അനുഭവത്തിലേക്കും നയിക്കുകയും ദൈവത്തിന് മഹത്വം ഉളവാക്കുവാൻ കാരണമായി തീരുകയും ചെയ്യും. നിശ്ചയമായും അത് മറ്റുള്ളവർക്കും പ്രചോദനമായി തീരുവാനും ഇടയായിത്തീരും. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഈ വചന കഴിവിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ദൈവം മഹത്വമെടുക്കുവാനും ഇടയാകട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേൾക്കുവാനും ധ്യാനിക്കുവാനും നൽകി തന്ന അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉരുവിടുന്നവരും ഉയർത്തുന്നവരുമായിരിക്കുവാൻ, ആ വാക്കുകൾ ദൈവത്തിന് മഹത്വമുളവാക്കുന്ന വാക്കുകളായി തീരുവാൻ, മറ്റുള്ളവർക്ക് അത് പ്രചോദനം നൽകുന്ന വാക്കുകളായി തീരുവാനും ഇടയാക്കി തീർക്കണമേ. അപ്രകാരം വിശ്വാസത്താൽ ജീവിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവ കൃപ അനുഭവിക്കുവാൻ ഇന്നിൻ്റെ പകലിലും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ മേൽ കൃപ പകരണം, ബലം പകരണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവ് വലിയ മറുപടികളും വിടുതലുകളും കൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൻ്റെ അധികാരം അങ്ങയുടെ മക്കളുടെ മേൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച വൻകൃപയ്ക്കായി സ്തോത്രം, മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. ശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാ. ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. തടസ്സങ്ങളെ പൊട്ടി ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാ. മരുഭൂമിയെ നീ മലർവാടിയാകാം യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാ.
ശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ